ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിലിൽ കണ്ട കുട്ടികളില്ലാതെ വിഷമിക്കുന്ന, അതായത് ശാരീരികമായിട്ട് തകരാറുകളൊന്നുമില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ജപിക്കാൻ കഴിയുന്ന ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് കുട്ടികളില്ലാത്തവർക്ക് ജപിക്കാനായി ഉപദേശിച്ചു കൊടുത്ത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ശ്രീ സന്താന ഗോപാല കൃഷ്ണമന്ത്രമാണ് കേട്ടോ. പക്ഷേ ജപിക്കുന്നതിന് മുൻപ് വെറുതെ അങ്ങോട്ട് ജപിച്ചാൽ പറ്റില്ല. കുറച്ച് നിഷ്ഠകളും കാര്യങ്ങളും ഉണ്ട്, അത് പാലിക്കുക തന്നെ വേണം. ഏറ്റവും വേണ്ടത് അതിരാവിലെ കുളിച്ച് ശുദ്ധമായി ദമ്പതികൾ ഒരുമിച്ചിരുന്ന് ജപിച്ചാൽ അത്യധികം ശ്രേഷ്ഠമാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ ഇരുന്നാണോ ജപിക്കുന്നത് അവിടെ ഒരു പലകയിൽ കോലം വരച്ചിരിക്കണം. കോലം വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ സാരമില്ല. ഭഗവാന്റെ മുന്നിൽ 5 തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി വെക്കണം. നെയ്വിളക്ക് തന്നെ ആവണം കേട്ടോ, എണ്ണവിളക്കല്ല, നെയ്വിളക്ക് തന്നെ കൊളുത്തി വെച്ച് താഴെ പറയുന്ന മന്ത്രം, അതായത് സന്താന ഗോപാല കൃഷ്ണമന്ത്രം 12 തവണ നിങ്ങൾ ജപിക്കണം. 12ൻ്റെ ഗുണിതങ്ങളോ അങ്ങനെയും ജപിക്കാം. അതായത് ഏറ്റവും കുറവ് 12, 12ൻ്റെ ഗുണിതങ്ങളായിട്ടും ജപിക്കാം. ഇവ ജപിച്ചിട്ട് 12 തവണ നമസ്കാര പ്രദക്ഷിണം ചെയ്യണം. അതായത് 12 തവണ നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക ഭഗവാന്. അതിൻ്റെ കൂടെ തന്നെ പാല്, പഴം, വെണ്ണ എന്നിവ നിവേദ്യമായിട്ട് കൊടുക്കും ചെയ്യട്ടോ. അതായത് ഉണ്ണിക്കണ്ണൻ മധുരപ്രിയനല്ലേ, പാല്, പഴം, വെണ്ണ ഇവയൊക്കെ ഭഗവാന് നിവേദിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം, ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം. ഇതിൻ്റെ കൂടെ തന്നെ വ്യാഴാഴ്ച, അതായത് മാസത്തെ വ്യാഴാഴ്ച ഉണ്ടല്ലോ, അതിൽ 3-ാമത്തെ വ്യാഴാഴ്ചകളിൽ, അതായത് 12 മാസം ഈ കാര്യം, അതായത് ഈ വ്യാഴാഴ്ചത്തെ കാര്യം 12 മാസമാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മധുരം ചേർത്ത പാൽപ്പായസം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്നേഹത്തോടെ വിളമ്പി കൊടുത്ത് അവരെ ഊട്ടിയാലും വളരെ നല്ലതാണ്, പണ്ഡിതശ്രേഷ്ഠന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ മുടക്കരുത്. പൂർണ്ണമാക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് മന്ത്രം ജപിച്ചാലും മതി കേട്ടോ. മറ്റതുകൂടി ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫലം കിട്ടും. അതല്ല ചെയ്യാൻ കഴിയുമെങ്കിൽ രണ്ടും ചെയ്തോളൂ. ഇനി മന്ത്രം പറയാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കാം. ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട വഴിപാടുകളുമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഷോർട്ടായതുകൊണ്ട് എല്ലാതും ഒരുമിച്ചിടാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ജപിച്ചോളൂ, ഫലം 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്